കപ്പ ഉണക്കിയതിന് ശേഷം പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കപ്പ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ഉണക്കിയെടുക്കണം. 5 ദിവസം വെയിലത്ത് നന്നായിട്ട് വെച്ചതിന് ശേഷം ഉണക്കിയെടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക. ഇനി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് പൊടിച്ച് കൊടുക്കുക. എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പേപ്പറിലേക്ക് തട്ടി കൊടുക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെ ഉപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് തേങ്ങ കൂടി ചിരവി പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇത്. ഉണ്ടാക്കാത്തവർ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക.